പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചോദിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ? എത്രയോ തവണ ചിലപ്പോൾ ചോദിച്ചാണോ അല്ലേ, കർത്താവേ എന്നെ സഹായിക്കാത്തെ, എന്നെ പ്രാർത്ഥന കേൾക്കാത്തെ, ഇതെന്നെ ഞാൻ കരയുന്നത് മാത്രം കാണാത്തെ. പുറപ്പാട് പുസ്തകമൊക്കെ കോട്ട് ചെയ്തുകൊണ്ടൊക്കെ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നില്ലേ, ഞാൻ ഈജിപ്തിൻ്റെ വേദനയിലായിരിക്കുന്ന എൻ്റെ ജനത്തിൻ്റെ സങ്കടങ്ങൾ ഞാൻ കാണുന്നു, അവരുടെ രോദന ഞാൻ കേൾക്കുന്നു. ഈശോയെ, നീ എൻ്റെത് കേൾക്കുന്നില്ലേ? അത്രയും ദൂരെ ഈജിപ്തിലുള്ള കരച്ചിൽ നീ കേട്ടു, ഇവിടെ ഇരിക്കുന്ന എൻ്റെ കരച്ചിൽ നീ കേൾക്കുന്നില്ലേ? സങ്കീർത്തനം 10:14 നമ്മൾ 1000 തവണയൊക്കെ എഴുതി വെച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കും. അവിടുന്ന് കാണുന്നുണ്ട്, എൻ്റെ കഷ്ടപ്പാടും ക്ലേശങ്ങളൊക്കെ അവിടുന്ന് കാണുന്നുണ്ട്. കർത്താവെ, ഞാൻ എഴുതി, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് പോലും നന്നായില്ല, നീ എൻ്റെ പ്രാർത്ഥനയെങ്കിലും കേൾക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിലവിളിക്കും. എൻ്റെ രോദനം കേൾക്കാതെ, എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ വൈ ആർ യു എവേ? ഈശോ തിരിച്ചൊക്കെ ഒരു മറുപടി പറയും. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 23:23, അടുത്തായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? അകലെ ആയിരിക്കുമ്പോഴും ഞാൻ നിങ്ങൾക്ക് ദൈവമല്ലേ? പ്രവാസത്തിലായിപ്പോയൊരു ജനതയോട് കർത്താവ് പറയുന്ന വാക്കാണ്. അടുത്തായിരിക്കുമ്പോൾ മാത്രമല്ല, വിളി കേൾക്കുമ്പോൾ മാത്രമല്ല, നീ വിളിക്കുന്നുണ്ടല്ലോ, ഞാനിത് കേട്ടിട്ടുണ്ട്.